ഇപ്പൊ പലവരും ഏത് ജാതിയിൽ പെട്ടവരാണെങ്കിലും ഇപ്പൊ ഈഴവ, OBC, ST എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. അപ്പൊ പലരും ഇപ്പൊ ചില സ്റ്റുഡൻസ് പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സാം എഴുതിയ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ റിസർവേഷൻ കാരണം എന്റെ ചാൻസസ് പോയി, റിസർവേഷൻ കാരണം കൊണ്ടാണ് ചാൻസസ് കുറയുന്നത്, എനിക്ക് കുറച്ച് ചാൻസസേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ. അപ്പൊ ഈ റിസർവേഷനും ഒരു പ്രശ്നമല്ലേ? സ്വതന്ത്ര ഭാരതത്തില് നമ്മുടെ ഭരണഘടനയിൽ ഈ റിസർവേഷൻ രേഖപ്പെടുത്തിയത് ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറാണ്. അത് ആദ്യത്തെ കുറച്ച് വർഷത്തേക്ക്, ഒരു 10 വർഷത്തേക്ക് ആണ് ഇത്തരം ആളുകളെ റിസർവേഷനിലൂടെ അവരെ ഉന്നമതിയിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിലാണ് അത്തരം ഒരു റിസർവേഷൻ അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തത്. പക്ഷേ അവരെ വേണ്ടതായിട്ടുള്ള അതാത് സമയത്ത് വേണ്ടതായിട്ടുള്ള റിസർവേഷൻ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ അവരെ വീണ്ടും വീണ്ടും പിന്നിലേക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് അവർക്ക് ഉന്നതിയിലേക്ക് എത്താൻ പറ്റുന്നത്. അർഹതപ്പെട്ട റിസർവേഷൻ കോളേജ് തലത്തിലാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ മേഖല തലത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഇത്തരം റിസർവേഷനുകൾ കിട്ടേണ്ടതായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി നൽകാത്തത് മൂലം അവർ വീണ്ടും ആ പതനത്തിൽ തന്നെ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇതര തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അതിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പം അതുകൊണ്ട് ഇന്നും ഈ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ വിഭാഗങ്ങൾ ഈ സംവരണത്തിൻ്റെ പേരിൽ ഇന്നും ദുരനുഭവത്തിലാണ്. അത് മാറണം. യഥാവിധി കിട്ടേണ്ടുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ സംവരണത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ മുൻകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകൾ, ഏറ്റവും കൂടുതൽ ഭരിച്ചത് കേരളം ഉൾപ്പെടെ കൂടുതൽ കാലം ഭരിച്ചത് കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളാണെങ്കിൽ കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. അവര് സംവരണം നടപ്പിലാക്കിയത് വേണ്ട പോലെ സംവരണം ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഈ ഒരു സംവരണ വ്യവസ്ഥിതി തുടരേണ്ടുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത്, നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കണ്ടു. അപ്പൊ അങ്ങനെ ആക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇത് ഭാരതമാണ്, പിന്നെ ഭാരതത്തിന്റെ പേര് പിന്നെ മാറ്റുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഇത് അനാദികാലം മുതൽ ഭാരതമാണ്, അഖണ്ഡ ഭാരത സങ്കല്പമാണ് നമ്മളിലുള്ളത്. ഇത് ഭാരതമാണ്. ഇടക്കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ ഈ സെക്കുലറിസവും ഇതൊക്കെ കടന്നു വന്ന സമയത്ത് ഒരു രീതിയിൽ ഇന്ത്യ എന്ന് മാറുകയുണ്ടായതാണ്. ഇത് ഭാരതമാണ്. ഈ ഭാരതം വരും കാലങ്ങളിൽ അഖണ്ഡ ഭാരതമായി നിലകൊള്ളുക തന്നെയും. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന പേര്, ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്നാക്കുന്നതല്ല, ഇത് ഭാരതം തന്നെയാണ്.